ഇന്നൊരു ലോങ് വീഡിയോ ആണ് കാണിക്കുന്നത്. 10 മിനിറ്റിൽ 10 റെസിപ്പീസാണ്. അത് ഒരു അരക്കപ്പ് ചെറുപയർ ഉപ്പും വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുന്നുണ്ട് കുക്കറിലാണ്. അതിനുശേഷം 2 പച്ചക്ക, നല്ല റോബസ്റ്റ നല്ല ഫ്രഷ് ആയിട്ടുള്ള കായ എടുത്തിട്ട് ഈ രീതിയിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. റോബസ്റ്റ കായ്ക്ക് പകരം നമുക്ക് ഏത്തക്ക വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിനുശേഷം മഞ്ഞൾ വെള്ളത്തിലിട്ടത് നല്ലപോലെ കായൊന്ന് കഴുകിയെടുത്തു. ഈ സമയത്ത് അവിടെ പയറ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കാ വേവിക്കാനായിട്ട് ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പ് ഒഴിച്ച് വേവിക്കാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം അരപ്പ് തയ്യാറാക്കാം. ചെറിയുള്ളിയും പച്ചമുളകും അതുപോലെ തേങ്ങയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടാണ് ചതച്ചെടുക്കുന്നത്. ക്രഷ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അപ്പോൾ കാ വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് വെന്തിരിക്കുന്ന പയറും അതുപോലെ നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അതിനെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാനൊരു കുഴവിഞ്ഞ പരുവത്തിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് 2-3 മിനിറ്റും കൂടി അടച്ച് വയ്ക്കുമ്പോൾ എല്ലാം വെന്ത് റെഡിയാകും. ഈ സമയത്തിന് കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ സാധാരണ വെളിച്ചെണ്ണയിൽ നമ്മൾ കടുവും ഉള്ളിയും ഒല്ലമുളകും കറിവേപ്പിലയും കൂടി താളിച്ചിട്ടുണ്ട്. നല്ല കറിയാണ്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അടുത്തത് മുരിങ്ങയില തോരൻ എങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് നല്ല തോർന്ന രീതിയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. മുരിങ്ങയില കിട്ടിയപ്പോൾ ഞാനത് കഴുകി മഞ്ഞൾ വെള്ളത്തിട്ട് കഴുകിയിട്ട് തോർത്താൻ വെച്ചിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞപ്പോൾ വെള്ളമെല്ലാം പോയി തോർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ അരിഞ്ഞെടുക്കണമെന്നൊന്നുമില്ല, ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ അരപ്പ് തയ്യാറാക്കാനായിട്ട് 2-3 ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തതിന് ശേഷം തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർന്നൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നിച്ചിട്ട് നമുക്ക് തോരനുണ്ടാക്കണം. അപ്പോൾ ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി ചുമരമുളകും കൂടി പൊട്ടി വരുമ്പോൾ ഞാൻ ഈ മിക്സ് ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2-3 പ്രാവശ്യം ഇളക്കിയതിന് ശേഷം അതിന് തട്ടിപ്പൊത്തി വെക്കുന്നുണ്ട്. അടച്ച് വെക്കുന്നില്ല. അടച്ച് വെക്കാതെ വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. കാരണം മുരിങ്ങയിലേക്ക് ഒത്തിരി വേവൊന്നുമില്ല. പെട്ടെന്ന് 1-2 പ്രാവശ്യം ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തോർത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മുരിങ്ങയില വെന്ത് കിട്ടിയിരിക്കും. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ അന്നേരം ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ തോർന്നായിട്ടുള്ള ഒരു മുരിങ്ങയില തോരൻ കിട്ടും. അപ്പോൾ എപ്പോഴും കഴുകി കുറച്ച് നേരം വെള്ളം മാറാനായിട്ട് എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിലാണ് നല്ലതായിട്ട് തോരൻ കിട്ടുന്നത്. അപ്പോൾ വെളുത്തുള്ളിയും കൂടിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. മൂന്നാമത്തെ റെസിപ്പി കാണിക്കുന്നത് കോവയ്ക്ക കൊണ്ടുള്ള ചാറുകറിയാണ്. അപ്പോൾ ഞാൻ കോവയ്ക്ക കുറച്ച് 750 ഗ്രാം കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് തക്കാളിയും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ കോവയ്ക്ക ആദ്യം ഒന്ന് വേവിക്കാനായിട്ട് ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും സവോളയും തക്കാളിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ, അതുപോലെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഇതുപോലെ തിരുമണം. കുറച്ച് നേരം തിരുമി വെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. സമയത്ത് ഞാൻ തേങ്ങ മാത്രമാണ് അരപ്പ് അതിനോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒത്തിരി നേരമൊന്നുമില്ല. കോവയ്ക്ക് ഓൾറെഡി വെന്തതാണല്ലോ, പിന്നെ അത് അരപ്പും കൂടി ഒന്ന് പച്ചപ്പക്കമായി വരുന്നവരെ 1-2 മിനിറ്റും കൂടി അടുപ്പത്ത് വെച്ചാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ്. ഞാനിപ്പോൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പുളിയൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്താം കേട്ടോ. ഉപ്പും പുളിയും ഒക്കെ നല്ല കറക്റ്റ് ബാലൻസ് ആകുന്ന രീതിയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടൊന്ന് ഇന്ന് കടുക് പൊട്ടിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ചെറിയുള്ളിയും ചുമലമുളകും കറിവേപ്പിലയും കൂടി എടുത്ത് ലാസ്റ്റ് ഒരു നുള്ളു ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. നല്ല ടേസ്റ്റാണ്. അടുത്ത റെസിപ്പി നമ്മൾ പപ്പടം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. പപ്പടം കിട്ടി കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് എണ്ണയിൽ ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഒത്തിരി എണ്ണ എടുക്കേണ്ട. 2-3 സ്പൂൺ എണ്ണയിൽ ആദ്യം ഈ പപ്പടം ഒന്ന് വറുത്തെടുക്കണം. അതിന് ശേഷം നിറയെ ചെറിയുള്ളി വേണം കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുത്തുന്നത്. അപ്പോൾ ചെറിയുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചതച്ചെടുത്ത ചെറിയുള്ളിയും അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ചീനിച്ചട്ടി വെച്ചിട്ട് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒത്തിരി അങ്ങ് വഴറ്റണ്ട. കുറച്ച് മുളക് പൊടിയും ചെറുകിയ തേങ്ങയും കൂടി ഇട്ട് അതിൻ്റെയും പച്ചപ്പൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടത്തിൻ്റെ പീസുകൾ അതിനെ തൊട്ടിട്ട് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് പപ്പടത്തിൻ്റെ ഉപ്പുള്ളത് കൊണ്ട് ഒത്തിരി ഉപ്പ് ചേർക്കരുത്. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പപ്പടത്തിൻ്റെ തോരൻ കിട്ടുന്നതായിരിക്കും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്ക്. ഇതാണ് നമ്മുടെ അടുത്ത റെസിപ്പി. ഇനി കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചാറുകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് തൈര് വേണം. ഞാൻ 1 കപ്പ് തൈര് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം വേണ്ടത് ഒരു കുക്കുംബറാണ്. അതിന് തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മിക്സി ജാറിലോട്ട് ആ മുറിച്ചെടുത്ത ഇതും അതിനുശേഷം പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകും ജീരകവും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. കണ്ട് ഈ രീതിയിലാണ് അരച്ചെടുക്കുന്നത്. ഇനി അരച്ചെടുത്ത മിക്സ് നമ്മളൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. അതിന് ശേഷം ഒന്ന് കടുക് പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കടുക് പൊട്ടിക്കുന്ന പോലെ, പക്ഷേ കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കുക്കുംബർ തൈര് തമ്പുളി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ചോറിന് കഴിക്കാൻ.
ഇനി നമ്മൾ തയ്യാറാക്കുന്ന വെണ്ടയ്ക്ക കൊണ്ടൊരു തോരനാണ്. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ വെണ്ടയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും കൂടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ തോരൻ തയ്യാറാക്കുന്നത്. 250 ഗ്രാം വെണ്ടയ്ക്കായ്ക്ക് ഞാൻ ഒരു വലിയ സവോള തന്നെ എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് വഴറ്റാൻ വെക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അത് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് 2 മുട്ടയാണ്. അതുപോലെ തന്നെ കുറച്ച് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് ഇതൊന്ന് ആദ്യം തേങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി വെന്തിരിക്കുന്ന ഈ വെണ്ടയ്ക്കായും സവോളയിലേക്കത്തെ മുട്ടയും കൂടി എടുത്ത് ചിക്കി പൊരിച്ച് എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള മുട്ട വെണ്ടയ്ക്ക തോരൻ കിട്ടും. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള വെണ്ടയ്ക്ക മുട്ട തോരൻ റെഡിയാണ്. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് കറി വാങ്ങാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ കറിയാണ്. തയ്യാറാക്കി നോക്കാത്തവർ ഇങ്ങനെ തയ്യാറാക്കി നോക്കണം കേട്ടോ, സൂപ്പറാണ്. ഇനി അടുത്ത റെസിപ്പി നമ്മൾ കാണിക്കുന്നത് പച്ച മാങ്ങ കൊണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചോറിന് ഈ കറി ഉണ്ടെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യം അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു മാങ്ങ എടുത്ത് തൊണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനിതുപോലെ ഒരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്ത മാങ്ങ ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അതിനെ ഒന്ന് വേവിക്കാൻ വെക്കണേ. ആ സമയത്ത് നമുക്കിതിൻ്റെ അരപ്പും കൂടി തയ്യാറാക്കാം. എരിവ് അനുസരിച്ച് 2-3 പച്ചമുളകും ഉള്ളിയും കുറച്ച് ജീരകവും ചിരകിയ തേങ്ങയും കൂടി ഒന്ന് അരയ്ക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അരിഞ്ഞ് വരുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് തൈര് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കടുവും കൂടി ചേർത്ത് നല്ലപോലെ ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ചട്ടിയിലോട്ട് ചേർത്ത മാങ്ങയുടെ കൂടെ തന്നെ ഇപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മളിതിനെ ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്കും ഉപ്പൊക്കെ നോക്കിക്കഴിഞ്ഞ് കുറവാണെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിനുശേഷം സാധാരണ പോലെ നമ്മൾ കടുക് പൊട്ടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ഒരു കറിയും കൂടിയാണിത്. ഇനിയൊരു തോരൻ കറിയുടെ റെസിപ്പിയാണ്. തന്നെ നാടനായിട്ടൊരു തോരൻ കറിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കുമ്പളങ്ങ ഇതുപോലെ രീതിയിൽ ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയുള്ളി നന്നായിട്ട് എടുത്ത് അതും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് അരപ്പ് തയ്യാറാക്കാൻ ചെറിയുള്ളിയും പച്ചമുളകും ചതച്ചെടുത്ത ശേഷം തേങ്ങയും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. മൺചട്ടിയിലാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ അതിനകത്തോട്ട് ചേർക്കാം. ഈ കുമ്പളങ്ങയ്ക്കകത്ത് നമ്മൾ കുറച്ച് ചെറുപയറും കൂടി വേവിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ വേവിച്ച ചെറുപയറും അരച്ച അരപ്പും കൂടി ഇട്ട് ഒന്ന് അടച്ച് വെച്ച് ആവി വരുന്നവരെ ഒന്ന് അടച്ച് വെക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2-3 മിനിറ്റിൽ നല്ലപോലെ ആവി കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാകും. പയർ നേരത്തെ വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു തോരൻ കറിയുടെ റെസിപ്പിയാണിത്. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ എപ്പോഴും നോക്കേണ്ടത് വെള്ളത്തിൻ്റെ അളവാണ്. പയർ വേവിക്കുമ്പോൾ ഒത്തിരി വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതിന് കുമ്പളങ്ങ നേരത്തെ കഴുകി വെക്കണം. അല്ലെങ്കിൽ സാധാരണ കുമ്പളങ്ങയ്ക്ക് ഇച്ചിരി വെള്ളം കൂടുതലുള്ള ഒരു പച്ചക്കറിയാണല്ലോ. നമ്മുടെ തോരൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി കാണിക്കുന്നത് നല്ലൊരു ചാറുകറി റെസിപ്പിയാണ്. തക്കാളിയും അതുപോലെ മുരിങ്ങക്കോലും ഉപയോഗിച്ചിട്ടുള്ള ഒരു ചാറുകറിയാണ്. അപ്പോൾ ഞാനിവിടെ തക്കാളിയും മുരിങ്ങക്കോലും എല്ലാം കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. 2 തക്കാളിയും ഒരു 2 മുരിങ്ങക്കോലുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ആദ്യം അതൊന്ന് വേവിക്കാൻ വെക്കണം. കുറച്ച് വെള്ളവും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ആദ്യം ഈ തക്കാളിയും മുരിങ്ങക്കോലും ഒന്ന് വേവിക്കാൻ വെക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വേവിക്കാനായിട്ട്. ഇത് വേവിച്ചതിന് ശേഷം അതുപോലെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വെന്ത് വരുന്ന സമയത്ത് അരപ്പ് തയ്യാറാക്കാം. ചെറിയുള്ളിയും തേങ്ങയും പച്ചമുളകും കുറച്ച് ജീരകവും കൂടി ചേർത്ത് നല്ലപോലെ സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെന്ത കഷ്ണത്തിലേക്ക് ഈ അരപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരപ്പ് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കറി വാങ്ങി വെച്ചതിന് ശേഷം കടുക് പൊട്ടിക്കാം. സാധാരണ കടുക് പൊട്ടിക്കുന്നത് പോലെ തന്നെ വെളിച്ചെണ്ണയിൽ കടുകും ചുമലമുളകും കറിവേപ്പിലയും പൊട്ടി വരുമ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചാറുകറിയാണ്. ഇനി അടുത്തത് നമ്മുടെ ലാസ്റ്റ് റെസിപ്പിയാണ്. വെള്ളരിക്ക മോര് കറിയാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചാറുകറി തന്നെയാണ്. ഒരു വെള്ളരിക്ക എടുത്തിട്ട് അതിന് തൊണ്ടൊക്കെ ചെത്തി പകുതിയാണ് എടുക്കുന്നത് കേട്ടോ. അതിന് തൊണ്ടൊക്കെ ചെത്തി നമ്മൾ കഷ്ണങ്ങളാക്കി. സാധാരണ വെള്ളരിക്കയുടെ ചാറ് ഈ ഒരു സൈസിലാണ് കഷ്ണം എടുക്കുന്നത്. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതിനൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അതുപോലെ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇത് വെന്ത് വരുന്ന സമയത്ത് ഇതിനകത്ത് അരപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മൾ തേങ്ങയും ചെറിയുള്ളിയും ജീരകവും കൂടിയാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. കഷ്ണങ്ങൾ വെന്ത കഷ്ണത്തിലേക്ക് നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം ഉടച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് ചേർത്താൽ മതി. ഇപ്പം ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയും കടുകൊക്കെ സാധാരണ പോലെ തന്നെ കടുക് പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ.